ടിക്ടോക്ക് നിർത്തിയല്ലോ 20 നിർത്തിയല്ലോ. പിന്നെ റീൽസിൽ വന്നു. റീൽസ് വന്ന സമയത്ത് കുറച്ചുകൂടി നമുക്കൊരു പബ്ലിസിറ്റി കിട്ടി റീൽസിൽ. എന്നുവെച്ചാൽ ഇൻസ്റ്റാഗ്രാം തന്നെ ആപ്പ് ബിസിനസ്സുകാർ സിനിമാടന്മാർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ആപ്പിൽ നിന്ന് റീൽസ് തന്നെ ഫെസിലിറ്റി അതിൽ വന്ന ശേഷം ആളുകൾ കയറാൻ തുടങ്ങി. പണ്ട് ഇൻസ്റ്റാഗ്രാം തന്നെ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുക, അതൊരു വലിയൊരു പൈസക്കാര കൺസെപ്റ്റ്. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് മാത്രം ആൾ ഉപയോഗിച്ചത്. പിന്നെ അതിൽ റീൽസ് വന്നതോടുകൂടി എല്ലാവരും അതിൽ ഇടിച്ചു കയറി. ഏത് ടിക്ടോക്കേഴ്സ് മാറി റീൽസോളികളായി മാറി. ടിക്ടോക്കേഴ്സ് റീൽസോളികളായി മാറി. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു ഈ ടിക്ടോക്കിൽ നിന്ന് റീൽസിലേക്ക്. എനിക്കൊരു 10-60ഓളം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റീച്ച് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമില്. കുറച്ച് കഷ്ടപ്പാടാണ് അതിൻ്റെ അകത്ത്, ടിക്ടോക്ക് പോലെയല്ല. പിന്നെ ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങി, നല്ല നല്ല സംഗതികൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 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 പിന്നെ 2020 പകുതിയോട് കൂടി എന്ന് പാലാസജീറിന് എനിക്ക് ടിക്ടോക്ക് മുതൽ അറിയാം. അപ്പൊ പിന്നെ കോളേജ് പ്രൊമോഷൻസ് ആയി. എല്ലാ കോളേജിലേക്കും ഇപ്പൊ ഉള്ള ആൾക്കാർ പേരൊന്നും പറയില്ല. ഇപ്പം കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മളെ വൈറലായ കുറച്ച് താരങ്ങൾ കല്യാണ പരിപാടിക്ക് പോകും. അതുപോലെ ആ ആൾക്കാരെ പോലെ ആയിരുന്നു അന്ന് ഞാൻ മാത്രം. തമാശ പറയാം, ഇന്ന് കുറെ ആൾക്കാരുണ്ട് അങ്ങനെ. ഒരു 8-10 ആൾക്കാർ ഇപ്പൊ രംഗത്തുണ്ട്. ഏത് കല്യാണ പരിപാടിക്ക് പോകും, അവിടെയും പോകും ഇവിടെയും പോകും. ആ സംഗതി 2020 പകുതിയോടുകൂടി ഞാനും പാലാസജേട്ടനും മാത്രമായിരുന്നു. പിന്നെ കല്യാണങ്ങൾക്ക് അന്ന് ഇത്ര പബ്ലിസിറ്റി ഇല്ല. എനിക്ക് പബ്ലിസിറ്റി ഉണ്ട്. ഈ സോഷ്യൽ നിങ്ങളെ പോലെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ അന്ന് സജീവമല്ല. മനസ്സിലായി, ഓരോരുത്തർ എടുക്കാന്നല്ലാതെ ഓൺലൈൻ മീഡിയാസ് സജീവമല്ലെന്ന്. ഈ പറഞ്ഞ വരുന്ന പേര് പറയില്ല, കുറെ മീഡിയാസ് ഉണ്ട്, അവരൊന്നും സജീവമല്ല ആ കാലഘട്ടത്തിൽ. 2020 ഞങ്ങൾ 50ഓളം കോളേജ് പരിപാടിക്കാൻ പോയിട്ടുണ്ട്. പാലാസജേറിന്റെ അവിടെയും പോകും, കല്യാണ പരിപാടിക്ക് പോകും, ഡാൻസ് കളിക്കും. പിന്നെ അതൊക്കെ 2020 അവസാനത്തോടെ ചെയ്തു വന്ന ഒരാളാണ്. ഇന്ന് കല്യാണങ്ങൾക്ക് പോയി ഡാൻസ് ഒക്കെ വിളിച്ച കല്യാണത്തിന് പോവും, ഭക്ഷണം കഴിക്കും, സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവിടെ 2 വർത്തമാനം പറയും. കല്യാണച്ചക്കന് പെണ്ണും ഡാൻസ് കളിച്ച് കൂടെ ആളും ഡാൻസ് കളിക്കും, 2 സ്റ്റെപ്പ് ഇടും. അതിനിപ്പോ എന്താണത് അല്ലേ? അല്ലാതെ സ്റ്റേജിലേക്ക് അവിടെ പാഞ്ഞു നിന്നിട്ട് ഇങ്ങനെ കളകളാന്നുള്ള പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല. അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. നമുക്ക് സ്റ്റാൻഡേർഡ് ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. ഇപ്പൊ കാണുന്ന പോലത്തെ അല്ല നമ്മൾ അന്ന് ചെയ്തിരുന്നത്. സത്യം, ഞാൻ വെറുതെ പറയില്ല. അന്ന് ചെയ്തത് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അന്ന് പറയുന്നത് അങ്ങനെയുള്ള സമയമായിരുന്നു. അന്ന് പീക്ക് റേഞ്ച് ആയിരുന്നു. എന്താ പറയാ, ഭയങ്കര പീക്ക് റേഞ്ച് ലെവല്. അന്ന് എന്താ പറയാ, ആശംസ വീഡിയോസ് തന്നെ കണ്ടമാനം. ഓണാഘോഷം, വിഷു ആഘോഷം പറഞ്ഞിട്ട് ചോദിച്ച് ആശംസ വീഡിയോസ് ഞാൻ 5 പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ അത് ചോദിക്കാൻ വരായിരുന്നു. എല്ലാത്തിനും പൈസ ഉണ്ട്. ഇപ്പൊ പല ആൾക്കാർ അങ്ങനെ വാങ്ങുന്ന കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു പരിപാടിക്ക് പോലും ഒരാൾ കുട്ടീനെ പിറന്നാൾ തന്നെ വിളിച്ചാലോ 5 പൈസ വാങ്ങി. ഇപ്പൊ കല്യാണത്തിന് പോകുന്നവർക്ക് 10,000-20,000 രൂപ. അന്ന് കല്യാണത്തിന് പോകുമ്പോൾ പൈസ ഒന്നുമില്ലേ, നമ്മള് വിളിച്ച സന്തോഷത്തിൽ നമ്മൾ മൂവ് ചെയ്യുന്നത്. അതോ ഇതൊക്കെ ഇപ്പോഴും അടുത്താ വന്നത്, അന്ന് അങ്ങനെ ഒന്നുമില്ല. ദാസേട്ടാ, ഇപ്പോഴത്തെ ആൾക്കാരെ കാണുമ്പോഴേ റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലേക്കൊന്ന് തോന്നാറുണ്ട്. 100% തോന്നാറുണ്ട്. ആ ഒരു വഴിയിലൂടെ ഒക്കെ ഏകദേശം കടന്നു വന്നിരുന്ന ഒരാൾ എന്ന നിലയിൽ ചേട്ടൻ എന്തായിരിക്കും ഇപ്പൊ ഇവരോട് പറയാനുള്ളത്? ഇവർ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ അംഗീകരിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. കല്യാണങ്ങൾക്ക് വിളിക്കുക, പോവുക, അവിടെ അതിന് നമ്മളെ കോമാളി പോലെ ചിത്രീകരിക്കാൻ പാടില്ല. അവിടെ പോവുക, അവര് പൈസ തരികയാണെങ്കിൽ അത് വാങ്ങുക, അവർക്ക് വേണ്ടി 10-15 മിനിറ്റ് ചെലവഴിക്കുക, തിരിച്ചു പോരുക. മനസ്സിലായില്ലേ? നമ്മളെ വിളിച്ചു കൊണ്ടുപോയ ആൾക്കാർ നമ്മളവിടെ കോമാളിയാക്കാൻ പാടില്ല. അത് ആളുകൾ ശ്രദ്ധിക്കണം. അത് എൻ്റെ ഒരു ഉപദേശമാണ്, അല്ലാതെ അത് ഇതല്ല, അടിച്ചേൽപ്പിക്കല, ഒരു ഉപദേശമാണ്. ഒരു മുതിർന്ന ഒരാളെ ഉപദേശം, അത്രേ ഉള്ളൂ. ഇപ്പൊ അന്നത്തെ ദാസേട്ടൻ വെച്ച് നോക്കുമ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു കാഴ്ചപ്പാടുകളിലും ഗെറ്റപ്പിൽ മാത്രമല്ല കാഴ്ചപ്പാടുകളിലും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നല്ലേ? അത് നമുക്ക് ഈ റീച്ച് നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റമാണോ? കാഴ്ചപ്പാടിൽ കുറെ മാറി. ഒന്നാമത് ഞാൻ ഈ പീക്ക് സമയമുള്ള സമയത്ത് സിനിമേന്റെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാനൊരു സിനിമ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ സിനിമയിലെ ഒരു ഡയറക്ടറോ അറിയപ്പെടുന്ന ആളെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന ആള് വിളിച്ച്, എന്തൊരു സന്തോഷം, അയാളെ വിളിച്ചല്ലോ. അപ്പൊ അയാൾ എന്നെ എന്തിനാ വിളിക്കുന്നത്? എന്തിനാണ്? അയാളൊരു പ്രൊഡക്റ്റ്, സിനിമയാവട്ടെ, അത് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അന്ന് നമുക്കിതൊന്നും അറിയില്ല. വിളിക്കുമ്പോ ഇന്ന സിനിമാടം വിളിച്ചു, ഞാൻ പോവാറുണ്ട്, വളരെ ഫ്രീ ആയിട്ട് പോവാറുണ്ട്. അഭിനയിക്കാത്ത സിനിമകളിൽ ഞാൻ പോവാറുണ്ട്. എന്തിന്? എന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ സിനിമയ്ക്ക് പ്രൊമോഷൻ കിട്ടാറുണ്ട്. പല ആൾക്കാരും പ്രൊമോഷൻ പൈസ വാങ്ങാറുണ്ട്, ഇല്ലേ? ഞാൻ വാങ്ങാറില്ല സിനിമ പ്രൊമോഷൻ. കാര്യം എന്താ? എന്റെ മനസ്സിൽ ആഗ്രഹം എന്താ? അടുത്തൊരു സിനിമ അയാൾ എടുക്കാൻ എന്നെ വിളിക്കും. എത്ര ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്? ഇഷ്ടമായി കുറെ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയില്ല. അടുത്ത പടത്തിന് നിങ്ങൾ ഓക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അയാളെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ധാരാളം.
അത് ഞാൻ വിഷമം കൊണ്ട് പറയാട്ടോ. എന്താ വെച്ചാൽ ഞാനൊരു സിനിമ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരാളെ ചൂഷണം ചെയ്യപ്പെടുക അവിടെ ചെയ്യുന്നത്. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ 5 6 7 സിനിമകൾ ഇപ്പം കമ്മിറ്റഡ് ആയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് സിനിമയിലെ കഥാപാത്രം ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോവും ആ സിനിമയുടെ പ്രൊമോഷൻ. അത് എൻ്റെ ഒരു അവകാശമാണ്. ആ സിനിമ വിജയിപ്പിക്കണം അല്ലേ. അല്ലാതെ ഞാൻ അഭിനയിക്കാത്ത സിനിമേന്റെ ഒരു പ്രൊമോഷൻ ഞാൻ പോകില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. അന്ന് പഠിച്ച പാടാണ്. അതുകൊണ്ട് ഞാൻ പോകില്ല. അഭിനയിച്ച സിനിമയ്ക്ക് 2 സീനിൽ അഭിനയിച്ചാൽ ഞാൻ പോകും. ആ സിനിമ വിജയിപ്പിക്കുന്ന ഉത്തരവാദിത്തം എനിക്കാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. അപ്പം ഇപ്പം നേരത്തെ ഒരു കാലഘട്ടം പറഞ്ഞല്ലോ, അന്ന് ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മളുടെ കാഴ്ചപ്പാടുകളും എല്ലാം മാറി. എനിക്ക് അതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പൊ ചെയ്യുന്ന റീൽസുകളില് കുറച്ച് സൊസൈറ്റിയില് അഡ്രസ്സ് ചെയ്യേണ്ട മാറ്റേഴ്സ് വെച്ച് ഓൺ കണ്ടന്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. റീസെന്റ് ഇപ്പോ ഇവിടെ ഉണ്ടായ ആ ബസ്സിൽ ഇഷ്യൂ അത് വെച്ചിട്ട് ഓൺ കണ്ടന്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ സ്വന്തമായിട്ടൊരു ടേക്ക്? കാരണം റീച്ചിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയുള്ള. എനിക്ക് സമൂഹത്തിൽ നടക്കുന്ന പല അതിക്രമത്തിനും ഇതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനൊരു ഗവൺമെന്റ് ജീവനക്കാരാണ്. എനിക്ക് പരിമിതികളുണ്ട്. നാളെ നമ്മൾ പ്രതികരിക്കുമ്പം അത് ഒരാൾക്ക് മോശമായി വരാം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാൻ പാടില്ല, പ്രതികൂലിക്കാൻ പാടില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരു ഗവൺമെന്റ് സെർവന്റിന് നിക്ഷിപ്തമായ കാര്യമാണ്. നമ്മൾ ഒരാളെ പറ്റി പറയുന്ന സമയത്ത് അത് ആ സൊസൈറ്റിയിലെ അങ്ങനെ മൊത്തത്തിൽ വിഷയമാവാൻ പാടില്ല. അത് എന്നെ ബാധിക്കും. പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രതികരണ ശേഷി ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് നിശബ്ദനായി നിൽക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് ഇപ്പം നടന്ന സംഭവം എന്ന് പറയുന്നത്, കോഴിക്കോട് വെച്ച് നടന്ന സംഭവം വളരെ വിഷമമുള്ള സംഭവം തന്നെ. അത് യാതൊരു സംശയമില്ല. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത വീട് ഒരു 5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഈ മരിച്ച ദീപകിന്റെ വീട്ടിൽ. അപ്പം ആ നടന്ന സംഭവത്തില് അപലപിച്ച് സ്റ്റോറി കിട്ട ഒരാളെ ഞാൻ. പക്ഷെ കണ്ടന്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതെനിക്ക് തിരക്കും കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് 2-2.5 ലക്ഷത്തിന്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ 8 ലക്ഷത്തിന് ആൾ കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 3 ലക്ഷത്തിനടുത്തും. അതുകൊണ്ട് അത് കണ്ടന്റ് ആയിട്ട് ഇറക്കാൻ എനിക്ക് സമയം കിട്ടായിരുന്നു. പക്ഷെ അവകാശമുണ്ട്, പ്രതികരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നിശബ്ദത പാലിക്കാതെ എൻ്റെ ഈ പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്ക് അതിന് നിർവാഹമുള്ളൂ. നമുക്ക് പരിമിതികളുണ്ട്. അതെ അതെ അതെ. പിന്നെ സിനിമ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഒരാൾ എന്തെങ്കിലും മോശം ചെയ്താലെന്ന് എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ നാളെ ഞാൻ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളായിരിക്കും, അല്ല അയാളെ ഞാൻ കാണേണ്ട ആളായിരിക്കും. വേണ്ടേ? അപ്പൊ പല സ്ഥലങ്ങളിലും നിശബ്ദത മാന്യമായ കാര്യമാണ്. പല സമയങ്ങളിലും ഈ സിനിമ എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണോ സിനിമ റിവ്യൂസിലേക്ക് പോകാത്തത് നമ്മള്? അത് കറക്റ്റാ പറഞ്ഞത്, വളരെ കറക്റ്റ്. റിവ്യൂ ചെയ്തില്ല, എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ സിനിമാ നടന്റെ കൂടിയോ സിനിമാ സംവിധാനോട് നാളെ ഞാൻ സഹകരിക്കേണ്ടി വരും. നമുക്ക് ആഗ്രഹമുണ്ട് 100%. ഇപ്പൊ സീക്രട്ട് ഏജന്റ് സായി സിനിമ, പക്ഷെ സായി അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളല്ല. അശ്വന്ത് ഗോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളല്ല. അവർക്ക് എന്ത് റിവ്യൂ ചെയ്യാം, മനസ്സിലായില്ലേ? എനിക്കത് പറ്റില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഏത് ലെവലായി പോകുന്ന അറിയോ? പക്ഷെ നമുക്കത് താല്പര്യമില്ല. നമ്മൾ ഏജ് ഇൻ റിവേഴ്സ് ഗിയർ ആണോ? അതിപ്പോ മുടിയൊക്കെ വെച്ചോണ്ടോ ഇത് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ മൊത്തത്തിൽ. അതെ അതെ, സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാല് ഞാനിപ്പം അറിയപ്പെടുന്ന സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ലേ. ദിലീപനോട് തങ്കമണി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാല പടം ഫ്ലോപ്പ് ആയിപ്പോയി. അപൂർവ ഉത്തരന്മാര്, നല്ല സമയം, പിന്നെ ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് കഥാന സിനിമ അഭിനയിച്ച നമ്മളെ വാഴയുടെ പയ്യന്മാരോടെ അടുത്ത് അമിത്തും സാഫ്ബോയിനും കൂടെ. അതൊക്കെ ഇറങ്ങാനുള്ള പടങ്ങളാണ്. ഇപ്പൊ ഒടിയങ്ക തന്നെ മൂവി ചെയ്തു, അതിപ്പോ ആമസോൺ പ്രൈം റിലീസാണ്. അങ്ങനത്തെ സിനിമകളാണ് ചെയ്തത്. വലിയ ലാലേട്ടന്റെ മമ്മൂക്കിയുടെ കൂടെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പൃഥ്വിരാജിന്റെ കൂടെയൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് സിനിമകളിലൊക്കെ വിളിക്കുന്ന സമയത്ത് ചില സമയത്ത് മാമനായിട്ടോ അച്ഛനായിട്ടോ അച്ഛനായിട്ടോ വിളിക്കുമ്പോ ഈ ഗെറ്റപ്പ് ചിലപ്പോൾ അളിയലായിട്ടോ വിളിക്കുമായിരിക്കാം. അതൊരു എന്താ പറയാ അത്യാഗ്രഹം ഒന്നല്ല, ഒരാഗ്രഹമാണ്. വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ഞാൻ 23 വയസ്സ് കല്യാണം കഴിച്ചിട്ട്. എത്ര നേരത്തെ പ്രണയം, ജോലി കിട്ടി, കല്യാണം കഴിച്ചു. അതന്നെ അന്ന് പറഞ്ഞ കാലം ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലം. ഇന്ന് എന്നറിയുന്നത് ഞാൻ പച്ചയ്ക്ക് തന്നെ പറയാം, ഇന്ന് എന്നറിയുന്നത് സ്ത്രീയും പുരുഷനും ഒന്ന് എന്താണ് പറയാ ലിവിങ് ടുഗദർ അല്ലേ? മനസ്സിലായില്ല? പിന്നെന്തൊക്കെയാ പറയാ, എന്തായിക്കോട്ടെ. അന്ന് കല്യാണം എന്നൊരു കാര്യമാണ്. ഒരു ആണും പെണ്ണും ഒരുമിച്ച്, ചുരുക്കം പറയുകയാണെങ്കിൽ ഒരുമിച്ച് ഒരു ബെഡ് കിടക്കണമെങ്കിൽ കല്യാണമാണ് അന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ല, അന്നത്തെ കാലാണ്. ഞാൻ കല്യാണം വെച്ചാൽ 2007 ആലോചിക്കണം. അന്ന് കോളേജ് ലൈഫിലൊക്കെ നമ്മൾ ഒരു പെണ്ണിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ കൈ വിറയ്ക്കും. എന്നുവെച്ചാൽ എനിക്ക് ഒരു അനിയനുള്ളത്, പെങ്ങന്മാരും ഇല്ല, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ പ്രേമലേഖനം കൊടുക്കുക അല്ലേ? അന്ന് അങ്ങനെയുള്ള പരിപാടികള് ഇങ്ങനെ വിടൂലേ? ഒക്കെ വിട്ടൊരാളെ
കോളേജ് പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് നമുക്കൊരു പെണ്ണിനോട് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നടക്കുന്നത് രണ്ടുപേരും, ആണായാലും പെണ്ണായാലും. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ യൂത്തന്മാരെ കുറെ എന്റെ ഫ്രണ്ട്സ് ഒരു ആസട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്, കല്യാണം വേണ്ട. കല്യാണം വന്നാൽ അതൊരു ബാധ്യതയാണ്, രണ്ടു കൂട്ടർക്കും ബാധ്യതയാണ്. കോൺസെപ്റ്റ് ചേഞ്ച് ആയി. അതെ അതെ. അപ്പൊ ഈ പ്രായം കൂടി എനിക്ക് പ്രായമുള്ള ആളെ വേണ്ടി ഞാൻ ഇപ്പോഴുള്ള ആൾക്കാരെ ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. ഇപ്പത്തെ ലൈഫ് അങ്ങനെയാണ്. അവര് കമ്മിറ്റഡ് ആവാൻ അവർക്ക് താല്പര്യമില്ല. എന്നിട്ട് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതായ കാര്യങ്ങൾ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട് എന്നാണ്. അതുണ്ടാവാം. പിന്നെ അത് വിവാഹമോചനാവും. എന്തിനപ്പം അതിന്റെ ആവശ്യം? അത് കല്യാണമേ കഴിക്കേണ്ടതാണ് ഇപ്പത്തെ ചെറുപ്പക്കാരുടെ തീരുമാനം, ചെറുപ്പക്കാരികളുടെയും തീരുമാനം.